വെൽക്കം ടു ഗ്രേസ് ബാക്ക്. ഏകദേശം 100-ൽ ഒരാൾക്ക് എന്ന കണക്കിൽ വരാവുന്നതും എന്നാൽ രോഗനിർണയം അത്ര എളുപ്പമല്ലാത്തതുമായ ഒരു അസുഖമാണ് പാരാതൈറോയ്ഡ് ഗ്രന്ഥിക്കുണ്ടാകുന്ന അസുഖങ്ങൾ. എല്ലുകളുടെ കട്ടി കുറഞ്ഞ് വേദനയും ഒടിവും ഒക്കെ ഉണ്ടാകുമ്പോൾ രക്തത്തിലെ കാൽഷ്യമിന്റെ അളവാണ് ഈ രോഗമാണോ എന്ന സംശയം ജനിപ്പിക്കുന്ന ആദ്യ ടെസ്റ്റ്. സിറം കാൽഷ്യം ടെസ്റ്റും അതിന്റെ പ്രാധാന്യവുമാണ് ഇന്നത്തെ വീഡിയോയിൽ. രക്തത്തിൽ കാണപ്പെടുന്ന അതിപ്രധാന ലവണങ്ങളിലൊന്നാണ് കാൽഷ്യം. കാൽഷ്യത്തിന്റെ 1% മാത്രമാണ് രക്തത്തിലുള്ളത്. ബാക്കി 99% എല്ലുകളിലും പല്ലുകളിലുമാണുള്ളത്. നമ്മുടെ നാഡീവ്യൂഹം, പേശികൾ, ഹൃദയം ഇവയൊക്കെ ശരിയാവണ്ണം പ്രവർത്തിക്കുന്നതിനും രക്തം കട്ട പിടിക്കുന്നതിനും പല ഹോർമോണുകളും പുറപ്പെടുവിക്കുന്നതിനുമൊക്കെ കാൽഷ്യം അത്യാവശ്യമാണ്. നമ്മുടെ ശരീരത്തിലെ കാൽഷ്യത്തിന്റെ അളവ് നിയന്ത്രിക്കപ്പെടുന്നത് പലതരം ഹോർമോണുകളുടെ പ്രവർത്തന ഫലമായാണ്. നമ്മുടെ തൈറോയിഡിന്റെ പിൻഭാഗത്തായി കാണുന്ന ചെറിയ ഗ്ലാൻഡുകളാണ് പാരാതൈറോയ്ഡ് ഗ്ലാൻഡുകൾ. ഈ പാരാതൈറോയ്ഡ് ഗ്ലാൻഡുകൾ പുറപ്പെടുവിക്കുന്ന പാരാതൈറോയ്ഡ് ഹോർമോൺ എല്ലുകളിൽ നിന്ന് കാൽഷ്യം റിലീസ് ചെയ്യുന്നത് കൂട്ടുകയും മൂത്രത്തിലൂടെ കാൽഷ്യം പുറന്തള്ളപ്പെടുന്നത് കുറയ്ക്കുകയും ചെയ്യുന്നതിലൂടെ രക്തത്തിലെ കാൽഷ്യത്തിന്റെ അളവ് കൂടാൻ സഹായിക്കുന്നു. അതുപോലെ വൈറ്റമിൻ ഡി ആഹാരത്തിലെ കാൽഷ്യം ആഗിരണം ചെയ്യാനായി സഹായിക്കുന്നു. രക്തത്തിലെ കാൽഷ്യത്തിന്റെ അളവ് ചെറിയ രീതിയിൽ കുറയ്ക്കാനാണ് തൈറോയിഡ് ഗ്രന്ഥിയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന കാൽസിറ്റോണിൻ എന്ന ഹോർമോൺ സഹായിക്കുന്നത്. രക്തത്തിലെ കാൽഷ്യത്തിന്റെ അളവ് വ്യത്യാസം വന്നാൽ നമ്മുടെ ശരീരം ചില ലക്ഷണങ്ങളിലൂടെ അത് പ്രകടിപ്പിക്കും. ഉദാഹരണമായി വിശപ്പില്ലായ്മ, മലബന്ധം, അമിതദാഹം, ഓക്കാനം, ഛർദി, വയറുവേദന, ക്ഷീണം, എല്ലുകൾക്കുണ്ടാകുന്ന വേദന, കൂടെ എല്ലുകൾക്ക് ഒടിവുണ്ടാവുക, ഒടിഞ്ഞ എല്ലുകൾ കൂടാൻ സമയമെടുക്കുക, കൂടെ മൂത്രത്തിൽ കല്ലുണ്ടാവുക, വിഷാദം, ആശയക്കുഴപ്പം, ദേഷ്യം തുടങ്ങിയവയൊക്കെ രക്തത്തിലെ കാൽഷ്യം ഉയരുന്നത് മൂലമുണ്ടാകുന്ന ലക്ഷണങ്ങളാണ്. രക്തത്തിലെ കാൽഷ്യം ലെവൽ കുറഞ്ഞാൽ വരണ്ട ചർമ്മം, വേഗം ഒടിയുന്ന നഖങ്ങൾ, നമ്മുടെ പേശികൾക്കുണ്ടാകുന്ന സങ്കോചം, മസിൽ ക്രാംസ്, അതുപോലെ തന്നെ സ്റ്റിഫ്നെസ്, ചുണ്ടുകൾക്ക് ചുറ്റും, അതുപോലെ തന്നെ നമ്മുടെ നാക്കിനും കൈവിരലുകൾക്കും കാൽപാദത്തിനും ഒക്കെ ഒരു ടിംഗ്ലിംഗ് സെൻസേഷൻ തോന്നുക, അതുപോലെ ഹൃദയമിടിപ്പിലുള്ള താളം തെറ്റൽ, ഇവയൊക്കെ കാൽഷ്യം ലെവൽ കുറയുന്നതിന്റെ ലക്ഷണങ്ങളാണ്. കാൽഷ്യം ലെവൽ വളരെയധികം കുറഞ്ഞാൽ ചിലപ്പോൾ അപസ്മാരം പോലും ഉണ്ടാകാം. ഇത്തരം ലക്ഷണങ്ങൾ ഏതെങ്കിലും കണ്ടാൽ രക്തത്തിലെ കാൽഷ്യം ടെസ്റ്റ് ചെയ്ത് അതിന്റെ അളവ് നോർമൽ ആണോ അല്ലയോ എന്നറിയേണ്ടതാണ്. രക്തത്തിലെ കാൽഷ്യത്തിന്റെ പകുതിയോളം ആൽബുമിൻ പോലെയുള്ള പ്രോട്ടീനുകളുമായി ചേർന്നാണ് കാണപ്പെടുക. ഇതിനെ നമ്മൾ ബൗണ്ട് ഫോം എന്ന് പറയും. പ്രോട്ടീനുമായി ചേർന്ന് കാണാതെ ഫ്രീ ആയിട്ട് കാണപ്പെടുന്ന ഭാഗത്തെ ഫ്രീ കാൽഷ്യം അല്ലെങ്കിൽ അയോണൈസ്ഡ് കാൽഷ്യം എന്ന് പറയും. കൂടുതലായിട്ടും നമ്മുടെ സെല്ലുലാർ ലെവലിൽ, അതായത് കോശങ്ങളിലെ പ്രവർത്തനത്തിനായിട്ട് ഉപകരിക്കുക അയണൈസ്ഡ് കാൽഷ്യമാണ്. ടോട്ടൽ കാൽഷ്യം എന്നാൽ രക്തത്തിലെ ഫ്രീ കാൽഷ്യത്തിന്റെയും ബൗണ്ട് കാൽഷ്യത്തിന്റെയും ആകെയുള്ള അളവാണ്. ഇതിന്റെ നോർമൽ റേഞ്ച് 8.5 to 10.2 മില്ലിഗ്രാം പെർ ഡെസിലിറ്റർ ആണ്. ലാബുകൾ തമ്മിൽ അളവിൽ വ്യത്യാസം വരാം. അതുപോലെ തന്നെ ഇതിന്റെ യൂണിറ്റ് വ്യത്യാസപ്പെടുത്തിയും ചില ലാബുകൾ റിപ്പോർട്ട് ചെയ്യാറുണ്ട്. രക്തത്തിൽ ഫ്രീ കാൽഷ്യവും ബൗണ്ട് കാൽഷ്യവും ഏകദേശം ഒരേ അളവിലായിരിക്കും. ഈ ടോട്ടൽ കാൽഷ്യമിന്റെ അളവിൽ വ്യത്യാസം വരുന്ന അവസരങ്ങളിലായിരിക്കും മിക്കവാറും ഡോക്ടേഴ്സ് അയണൈസ്ഡ് കാൽഷ്യം ടെസ്റ്റ് കൂടി പറയുക.
അയനൈസ്ഡ് കാൽഷ്യം നോർമൽ റേഞ്ചിലാണെങ്കിൽ അതിൻ്റെ അർത്ഥം രക്തത്തിലെ നമ്മുടെ ശരീരത്തിലെ കാൽഷ്യം റെഗുലേഷൻ സാധാരണ ഗതിയിൽ തന്നെ നടക്കുന്നുണ്ടെന്നാണ്. രക്തത്തിലെ പ്രോട്ടീനുകളുടെ അളവിൽ വ്യത്യാസം വരുന്ന ചില അവസരങ്ങളിൽ അയണൈസ്ഡ് കാൽഷ്യം ടെസ്റ്റാണ് കൂടുതൽ ശരിയാവുക. ഉദാഹരണത്തിന് ഗർഭിണികൾ, നവജാത ശിശുക്കൾ, അതുപോലെ തന്നെ രക്തം സ്വീകരിച്ച രോഗികൾ, മേജർ സർജറി കഴിഞ്ഞ രോഗികൾ, അതുപോലെ പാൻക്രിയാസ്, പാരതൈറോയിഡ് രോഗങ്ങൾ സംശയിക്കുന്നവർ, ഇവർക്കൊക്കെ കൂടുതൽ ആക്യുറേറ്റ് ആവുക അയണൈസ്ഡ് കാൽഷ്യം ടെസ്റ്റാണ്. അയണൈസ്ഡ് കാൽഷ്യമിൻ്റെ നോർമൽ റേഞ്ച് 4.65 to 5.2 മില്ലിഗ്രാം പെർ ഡെസിലിറ്റർ ആണ്. നമ്മൾ നേരത്തെ ടോട്ടൽ കാൽഷ്യത്തിൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ചിലപ്പോൾ കുട്ടികളിലും മുതിർന്നവരിലും ഒക്കെ അല്പം വ്യത്യാസം നോർമൽ റേഞ്ചിൽ വരാം. അതുപോലെ തന്നെ ചില ലാബുകളിൽ യൂണിറ്റ് വ്യത്യാസപ്പെടുത്തിയും റിപ്പോർട്ട് ചെയ്യാറുണ്ട്. കാൽഷ്യം ടെസ്റ്റ് ചെയ്യുന്നതിന് മുൻപ് നമ്മൾ ചില മരുന്നുകൾ ഒഴിവാക്കേണ്ടതായിട്ടുണ്ട്. അത് നമ്മൾ ചികിത്സിക്കുന്ന ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ ഒഴിവാക്കാൻ പാടുള്ളൂ. ഉദാഹരണത്തിന് നമ്മൾ നെഞ്ചിരിച്ചിലിനും മറ്റുമായിട്ട് ഉപയോഗിക്കുന്ന ആൻറ്റാസിഡ്, അതുപോലെ ഉയർന്ന രക്തസമ്മർദ്ദമുള്ള ആളുകൾക്ക് ചികിത്സയ്ക്കായിട്ട് ഉപയോഗിക്കുന്ന ഡയൂററ്റിക്സ് വിഭാഗത്തിൽപ്പെടുന്ന മരുന്നുകൾ, അതുപോലെ ചില മാനസിക രോഗങ്ങൾക്ക് ഉപയോഗിക്കുന്ന ലിഥിയം ഗ്രൂപ്പിൽപ്പെട്ട മരുന്നുകൾ, വൈറ്റമിൻ ഡി സപ്ലിമെന്റ്, ഇവയൊക്കെ രക്തത്തിലെ കാൽഷ്യം ടെസ്റ്റ് ഓൾട്ടർ ചെയ്യാൻ കഴിവുള്ള മരുന്നുകളാണ്. അതുകൊണ്ട് തന്നെ കാൽഷ്യം ടെസ്റ്റ് ചെയ്യുന്നതിന് മുൻപ് നിങ്ങൾ ചികിത്സിക്കുന്ന ഡോക്ടറുടെ നിർദ്ദേശം സ്വീകരിച്ചുകൊണ്ട് ഇത്തരം മരുന്നുകൾ നമുക്ക് തൽക്കാലത്തേക്ക് ഒഴിവാക്കാവുന്നതാണ്. ഇനി രക്തത്തിലെ കാൽഷ്യത്തിന്റെ അളവ് വ്യത്യാസപ്പെടുത്തുന്ന ചില രോഗാവസ്ഥകൾ, അതിനെ പറ്റിയാണ് പറയുന്നത്. രക്തത്തിലെ കാൽഷ്യത്തിന്റെ അളവ് ഉയർന്നു കാണപ്പെട്ടാൽ നമ്മൾ സംശയിക്കേണ്ട ചില രോഗങ്ങൾ പറയുകയാണ്. ഒന്നാമത്തേത് ഹൈപ്പർ പാരാതൈറോയിഡിസം. നമ്മൾ നേരത്തെ പറഞ്ഞു നമ്മുടെ തൈറോയിഡ് ഗ്ലാൻഡിന്റെ പിന്നിലായി കാണപ്പെടുന്ന 4 ചെറിയ ഗ്ലാൻഡുകളാണ് പാരാതൈറോയിഡ് ഗ്ലാൻഡുകൾ. അവ ഓവർ ആക്റ്റീവ് ആകുന്ന അവസരങ്ങളാണ് ഹൈപ്പർ പാരാതൈറോയിഡിസം. പിന്നെ മൾട്ടിപ്പിൾ മൈലോമ പോലെ അസ്ഥിമജ്ജയെ ബാധിക്കുന്ന ചില ക്യാൻസറുകൾ, അല്ലെങ്കിൽ ശരീരത്തിന്റെ മറ്റു ഭാഗത്തുണ്ടാകുന്ന ക്യാൻസറുകൾ പിന്നീട് അവ നമ്മുടെ എല്ലുകളിലേക്ക് വ്യാപിക്കുകയാണെങ്കിൽ അവയെ മെറ്റാസ്റ്റാറ്റിക് ബോൺ ക്യാൻസർ എന്ന് പറയും. അത്തരം അവസരങ്ങളിലും കാൽഷ്യം ലെവൽ ഉയർന്നു കാണാം. ഇനി വൈറ്റമിൻ ഡി സപ്ലിമെന്റ്സിന്റെ അമിത ഉപയോഗം, അതും രക്തത്തിലെ കാൽഷ്യത്തിന്റെ അളവ് കൂട്ടാം. പിന്നെ നമ്മുടെ അസ്ഥികളെയൊക്കെ ബാധിക്കുന്ന പേജിറ്റ്സ് ഡിസീസ്, അതുപോലെ സാർക്കോയിഡോസിസ്, ട്യൂബർക്കുലോസിസ്, ഇത്തരം രോഗങ്ങളെല്ലാം രക്തത്തിലെ കാൽഷ്യത്തിന്റെ അളവ് കൂട്ടുന്ന രോഗങ്ങളാണ്. അതുപോലെ രക്തത്തിലെ കാൽഷ്യത്തിന്റെ അളവ് കുറയ്ക്കുന്ന ചില രോഗങ്ങളും ഉണ്ട്. ഉദാഹരണമായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പാരാതൈറോയിഡിന്റെ ഫംഗ്ഷൻ കുറയുന്ന അവസരങ്ങൾ, അണ്ടർ ആക്റ്റീവ് പാരാതൈറോയിഡ് ഗ്ലാൻഡ്, നമ്മൾ ഹൈപ്പോ പാരാതൈറോയിഡിസം എന്ന് പറയും. അതുപോലെ വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസിയിൽ കാൽഷ്യം ലെവൽ രക്തത്തിൽ കുറഞ്ഞു കാണാം. അതുപോലെ നമ്മുടെ കുടലിൽ നിന്ന് കാൽഷ്യം അബ്സോർബ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട്, മാലബ്സോർപ്ഷൻ, പാൻക്രിയാസിനുണ്ടാകുന്ന നീർവീഴ്ച, പാൻക്രിയാറ്റൈറ്റിസ്, അതുപോലെ കിഡ്നി ഫെയിലുവർ, ലിവർ ഫെയിലുവർ, വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി നമ്മൾ പറഞ്ഞു. ഇത്തരം അവസരങ്ങളിലൊക്കെ കാൽഷ്യത്തിന്റെ അളവ് രക്തത്തിൽ കുറഞ്ഞ് കാണപ്പെടാം. ഇനി രക്തത്തിലെ കാൽഷ്യത്തിന്റെ അളവ് കുറഞ്ഞാണ് കാണപ്പെടുന്നതെങ്കിൽ നമ്മൾ ചെയ്യുന്ന ചില അഡീഷണൽ ടെസ്റ്റുകളാണ്. ഇത് കൃത്യമായും ഏത് രോഗമാണ്, ഏത് അവയവമാണ് അഫക്റ്റ് ചെയ്തിരിക്കുന്നത്, ഇതൊക്കെ അറിയാനായിട്ട് നമുക്ക് ചെയ്യാവുന്ന ചില ടെസ്റ്റുകളാണ് യൂറിൻ കാൽഷ്യം, ഫോസ്ഫറസ്, മഗ്നീഷ്യം, വൈറ്റമിൻ ഡി, രക്തത്തിലെ പാരാതൈറോയിഡ് ഹോർമോണിന്റെ അളവ്, അതുപോലെ തൈറോയിഡ് ഫംഗ്ഷൻ ടെസ്റ്റ്, കാൽസിറ്റോണിൻ, ഇതൊക്കെ മെഷർ ചെയ്ത് എന്ത് കാരണം കൊണ്ടാണ് രക്തത്തിലെ കാൽഷ്യം ലെവലിന് വ്യത്യാസം വന്നത് എന്ന് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. ചിലപ്പോൾ രക്തത്തിലെ കാൽഷ്യം നിർണ്ണയത്തിലൂടെ മാത്രം ഡയഗ്നോസിസിലേക്ക് എത്താൻ കഴിയുന്ന ചില രോഗങ്ങളുണ്ട്. ഉദാഹരണത്തിന് പാരാതൈറോയിഡ് ഗ്ലാൻഡ് ഡിസീസ്. അതുകൊണ്ട് തന്നെ രോഗലക്ഷണങ്ങൾ ശ്രദ്ധ വെച്ച് കേട്ട് കൃത്യസമയത്ത് തന്നെ ടെസ്റ്റ് ചെയ്താൽ
നേരത്തെയുള്ള രോഗനിർണയം സാധ്യമാകും. ഏറ്റവും കൂടുതലായി ചെയ്തു വരാറുള്ള ടെസ്റ്റ് ടോട്ടൽ കാൽഷ്യമാണ്. എന്നാൽ കൂടുതൽ കൃത്യതയുള്ളത് അയണൈസ് കാൽഷ്യം ടെസ്റ്റിനാണ്. രക്തത്തിലെ കാൽഷ്യം ടെസ്റ്റ് ഒരിക്കലും എല്ലുകളിലെ കാൽഷ്യത്തിന്റെ അളവിനെ കുറിച്ച് ഒരു സൂചനയും നൽകുന്നില്ല. അതിനായിട്ട് ഒരു ബോൺ ഡെൻസിറ്റി സ്കാൻ അഥവാ ഡെക്സാ സ്കാനിന്റെ സഹായം തേടേണ്ടി വന്നേക്കാം. തീർച്ചയായും ഈ വീഡിയോ സിറം കാൽഷ്യം ടെസ്റ്റിനെ പറ്റി അറിവ് പകരാനായിട്ട് ഉപയോഗപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അങ്ങനെയെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ സംശയങ്ങൾ കമൻസ് ആയിട്ട് അറിയിക്കുകയും ചെയ്യുക. താങ്ക് യു.